പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും KSNDB കോളേജ് ആന്റി റാഗിംഗ് സെൽ സംഘടിപ്പിക്കുന്ന ആന്റി റാഗിംഗ് ബോധവൽക്കരണ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സുശാന്ത്, സംസ്കൃത വിഭാഗം അധ്യാപകനും ആന്റി റാഗിംഗ് കമ്മിറ്റി നോഡൽ ഓഫീസറും ആണ്. കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിനും റാഗിംഗ് എന്ന പ്രക്രിയ ഇല്ലാതെയാക്കുന്നതിനും UGCയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെടുന്ന സംവിധാനമാണ് ആന്റി റാഗിംഗ് സെൽ. ആന്റി റാഗിംഗ് കമ്മിറ്റി, ആന്റി റാഗിംഗ് സ്ക്വാഡ് എന്നീ രണ്ട് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആന്റി റാഗിംഗ് സെൽ. നമ്മുടെ ആന്റി റാഗിംഗ് സെല്ലിന്റെ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KS അനിൽകുമാർ സാർ അവർകളും നോഡൽ ഓഫീസർ സംസ്കൃത വിഭാഗം അധ്യാപകനായ ഡോക്ടർ സുശാന്ത് എസും ആന്റി റാഗിംഗ് സ്ക്വാഡ് കൺവീനർ മലയാള വിഭാഗം അധ്യാപകനായ ഡോക്ടർ മധു ടിയും ആകും. ആന്റി റാഗിംഗ് കമ്മിറ്റിയിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാധ്യമപ്രവർത്തകർ, കോളേജ് PTA വൈസ് പ്രസിഡന്റ്, അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ അംഗങ്ങളാകുന്നു. ആന്റി റാഗിംഗ് സ്ക്വാഡിൽ അധ്യാപകരും അനധ്യാപകരും ഹോസ്റ്റൽ അധികാരികളും ലൈബ്രറി അധികാരികളും അംഗങ്ങളാണ്. ഇതുകൂടാതെ ഒന്നാം വർഷ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഒരു കമ്മിറ്റിയും ആന്റി റാഗിംഗ് സെല്ലിന്റെ ഭാഗമായി ഉണ്ട്. കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ, റാഗിംഗ് സംബന്ധിച്ച നിയമങ്ങൾ, ശിക്ഷാ നടപടികൾ തുടങ്ങിയവയെ ആണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി റാഗിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാം. സുപ്രീം കോടതിയുടെ നിർവചനപ്രകാരം റാഗിംഗ് എന്നത് ഇനി പറയും വിധമാണ്. റാഗിംഗ് എന്നത് അനുചിതമായ ഒരു പ്രവൃത്തിയാണ്. അത് വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആകാം. അത് ഒരു വിദ്യാർത്ഥിയെ കളിയാക്കുന്ന രീതിയിലോ ഭയപ്പെടുത്തുന്ന രീതിയിലോ അച്ചടക്കരഹിതമായ പെരുമാറ്റമെന്ന രീതിയിലോ ആയ പ്രവൃത്തിയാകാം. അത് വിദ്യാർത്ഥിയെ മാനസികമായോ ശാരീരികമായോ മറ്റേതെങ്കിലും തരത്തിലോ ഹാനി ഉളവാക്കുന്നതാകാം. ലളിതമായി പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിയുടെ മനുഷ്യാവകാശത്തെ ലംഘിച്ചുകൊണ്ട് മറ്റൊരാളുടെ മാനസികമായോ ശാരീരികമായോ ഉള്ള കടന്നുകയറ്റമാണ് റാഗിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റാഗിംഗ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. റാഗിംഗ് നിമിത്തം ഒരാൾക്ക് ശാരീരികമായ പരിക്കുകൾ സംഭവിക്കാം. ഭയം ഉണ്ടാകുന്നതോടുകൂടി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. റാഗിംഗ് നിമിത്തം ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്. ആ വ്യക്തി തുടർന്ന് മദ്യപാനത്തിലേക്കും ലഹരികളിലേക്കും മറ്റ് അനർത്ഥങ്ങളിലേക്കും എല്ലാം എത്തിച്ചേരാം. കോളേജിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു പ്രവണത ഉണ്ടായേക്കാം. മനോനില താറുമാറായേക്കാം. മരണത്തിലേക്ക് വരെ ആ അനുഭവം ആ വ്യക്തിയെ നയിച്ചേക്കാം. ഇനി റാഗിംഗ് സംബന്ധിച്ച ശിക്ഷകളെയാണ് പറയുന്നത്. കോടതി റാഗിംഗ് നിയമം മൂലം വിലക്കിയിരിക്കുന്ന ഒരു പെരുമാറ്റമാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ റാഗിംഗ് ഇല്ലാതെയാക്കുന്നതിന് ഒരു റെഗുലേഷൻ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപ്രകാരം റാഗിങ്ങിന് ഇനി പറയുന്ന ശിക്ഷകൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. റാഗിങ്ങിൽ പങ്കെടുത്താൽ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. സ്കോളർഷിപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നിരസിക്കാവുന്നതാണ്. പരീക്ഷകളിൽ വിലക്കാവുന്നതാണ്. പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും തടയാവുന്നതാണ്. കലോത്സവങ്ങൾ, കായികമേളകൾ എന്നിവയിൽ നിന്ന് കോളേജിനെ പ്രതിനിധീകരിക്കുന്നതിൽ നിന്നും വിലക്കാവുന്നതാണ്. ഹോസ്റ്റലിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. കോളേജിൽ നിന്നും മാറ്റി നിർത്തപ്പെടാവുന്നതാണ്. മറ്റൊരു കോഴ്സിന് ചേരാനാകാത്ത വിധം പുറത്താക്കപ്പെടാവുന്നതാണ്. 25,000 രൂപ വരെ പിഴ ചുമത്തപ്പെടാവുന്നതാണ്. അടുത്തതായി കേരള സർക്കാർ റാഗിങ്ങിന് എതിരെ രൂപീകരിച്ച നിയമത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. 1998 സംസ്ഥാന സർക്കാർ റാഗിംഗ് നിരോധന നിയമം പുറപ്പെടുവിക്കുകയുണ്ടായി.
ഇത് പ്രകാരം റാഗിംഗ് ചെയ്യുകയോ അതിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളിയാകുകയോ ചെയ്താൽ 2 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും സംഭവിക്കാവുന്നതാണ്. മറ്റൊരു സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കാത്ത വിധം ശിക്ഷാ നടപടിയും ഉണ്ടാകുന്നതാണ്. ഇനി എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് പറയുന്നത്. UGC ആന്റി റാഗിംഗ് സംബന്ധിച്ച് ഒരു വെബ്സൈറ്റ് തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. www.antiragging.in എന്നതാണ് അതിന്റെ മേൽവിലാസം. ആന്റി റാഗിംഗ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും തന്നെ ഈ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് ക്ലിക്ക് ഹിയർ ടു ഫിൽ യുവർ ആന്റി റാഗിംഗ് അണ്ടർടേക്കിംഗ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അണ്ടർടേക്കിംഗ് സമർപ്പിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോളേജിലെ ആന്റി റാഗിംഗ് സംവിധാനത്തെ സംബന്ധിച്ച് ഒരു ആമുഖവും പരിചയവും എല്ലാവർക്കും ലഭിച്ചു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് റാഗിങ്ങിന്റെ പരിധിയിൽ വരുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായും അറിയിക്കുക. നിങ്ങളും ഭാവിയിൽ റാഗിങ്ങിൽ പങ്കാളികൾ ആകാതെ ഇരിക്കുക. നമുക്ക് എല്ലാവർക്കും സൗഹാർദ്ദത്തോടു കൂടിയ ഒരു കലാലയത്തെ വാർത്തെടുക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.